മറ്റു വാർത്തയിലേക്ക് വരികയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പല ചിട്ടിക്കമ്പനികളും പല ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമൊക്കെ പ്രതിസന്ധിയിൽപ്പെടുകയും ആ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസ്. മുമ്പ് നമ്മൾ വാർത്തകളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയാണ് അദ്ദേഹം. NM രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് കമ്പനിക്കെതിരെയാണ് ജീവനക്കാരുടെ കൂട്ടായ്മ ഇപ്പോൾ രംഗത്ത് വരുന്നത്. അതായത് അദാനി കമ്പനി അത് ഏറ്റെടുത്തു അതാണ് കമ്പനി മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ നീക്കം ഏറെ സംശയകരമാണെന്ന ആരോപണവുമായിട്ടാണ് മാനേജർമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത്. 2 വർഷമായിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തത് മറ്റൊരു തട്ടിപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ടാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് 2 തവണ യോഗം നടന്നെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. ഫലത്തിൽ 700 കോടിയോളം രൂപയുടെ നിക്ഷേപം പ്രതിസന്ധിയിലാണെന്നാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ നിക്ഷേപങ്ങളും ഇതിലുണ്ട് എന്നതാണ് യഥാർത്ഥ വസ്തുത. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ വേണം, ഗുരുതരമായ അന്വേഷണം നടത്തണമെന്ന് ജീവനക്കാർ തന്നെ ആവശ്യവുമായി മുന്നോട്ട് വന്നത്. NM രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസ് കമ്പനി പൊളിഞ്ഞതുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ, അവർ ജയിലിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പിന്നീട് ആ കമ്പനി ഊർജ അദാനി ഏറ്റെടുത്തു എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ ഇപ്പോൾ അവിടെ മറ്റ് സംശയകരമായ മറ്റു പലതും സംഭവിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ മുൻ ജീവനക്കാരാണ് എന്നോടൊപ്പം ചേരുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഞങ്ങൾ ഇപ്പോഴും അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. ഞങ്ങൾ റിട്ടയർ ചെയ്ത് പോയിട്ടില്ല. കാരണം ഞങ്ങൾ 700 കോടി രൂപയോളം വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പണം ഈ കമ്പനിയിലുണ്ട്. ആ കമ്പനിയിൽ നിന്നും ഈ ഇത്രയും പേരുടെ 700 കോടി രൂപയോളം കസ്റ്റമേഴ്സിന് വാങ്ങി തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ഓരോ ബ്രാഞ്ച് മാനേജർമാരാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് 2 വർഷമായിട്ട് ശമ്പളം പോലും കിട്ടുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ ചില ഓഫീസുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചിലതൊക്കെ കോടതിയിൽ നിന്നൊക്കെ ഇടപെട്ട് കേസും ഒക്കെ ആയിട്ട് ഓഫീസുകൾ പൂട്ടിപ്പോയി. എന്നിട്ട് പോലും ഇവർ 2 തവണ ഈ എല്ലാ മാനേജർമാരെയും പഗോഡ എന്ന് പറയുന്ന റിസോർട്ടിൽ ആലപ്പുഴയിൽ വിളിച്ച് ചേർത്തിട്ട് ഊർജ അദാനി ഗ്രൂപ്പിൻ്റെ MD പരിചയപ്പെടുത്തി, രാഹുൽ ഈശ്വർ എന്നിവരെയൊക്കെ പരിചയപ്പെടുത്തി, മനീഷ് അദാനി എന്ന് പറഞ്ഞ ഊർജ അദാനി ഗ്രൂപ്പിൻ്റെ MD ആണെന്ന് പറഞ്ഞ് അവരിൽ നമ്മളെ പരിചയപ്പെടുത്തി, ഇതെല്ലാം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഈ 2 വർഷമായിട്ട് യാതൊരു നടപടി. ഇവർ പറഞ്ഞ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് കസ്റ്റമേഴ്സിനോട് പറയും ഉടനെ കാര്യങ്ങൾ ശരിയാകും എന്ന് സമാധാനം പറഞ്ഞ് ഞങ്ങൾ മടുത്തു. അതിലൊരു സംശയമുണ്ടോ? കാരണം ഇത് സംഭവിക്കാതെ പോകുന്ന 2 വർഷമായി നിങ്ങളെ പറ്റിക്കുകയാണെന്ന് ഒരു തോന്നൽ ഞങ്ങൾക്ക് വന്നു. തോന്നൽ വന്നു. കാരണം ഞങ്ങൾ ഓരോ അവധി പറയും തോറും ഈ അവധിക്കൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാ മാനേജർമാരും കൂടെ കൂടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഞങ്ങൾ മുട്ടത്തി ഒരു പോംവഴിയാണ്. ഞങ്ങളെല്ലാ മാനേജർമാരും ചേർന്ന് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ഞങ്ങളുടെ എല്ലാ മാനേജർമാരും ഉണ്ട്. സൊസൈറ്റിയായിട്ട് രൂപീകരിച്ച് ഞങ്ങൾ ഇനി സംഘടനാപരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് മാനേജ്മെൻറ്റിന് ഞങ്ങളൊരു നോട്ടീസ് കൊടുത്തു. ഇത്രയും കാലങ്ങളായിട്ട് ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അടിയന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടിയിലേക്ക് പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു നോട്ടീസ് കൊടുത്തു. 15 ദിവസമായിട്ട് അതിന് യാതൊരു റിപ്ലൈ ഇല്ല. രാഹുൽ ഈശ്വറിന്റെ സാന്നിധ്യം എന്തായിരുന്നു? അത് അവരുടെ മീറ്റിങ്ങിൽ ഒരു ഗസ്റ്റായിട്ട് അങ്ങേര് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ലീഗൽ അഡ്വൈസറാണ്, ഊർജ അദാനിയുടെ ലീഗൽ അഡ്വൈസറാണ്, ഇത് വലിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ്. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞതാണ്. 2 തവണ വന്നു അദ്ദേഹം ആലപ്പുഴയിൽ. ഈ ഫലത്തിൽ നിങ്ങളെ ഇപ്പോഴും കമ്പനി പറ്റിക്കുന്നു എന്നുള്ളതാണോ? നിങ്ങൾ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞ ഡേറ്റ് April 30 ആയിരുന്നു. April 30 ഒരു 30 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് പ്രകാരമാണ് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനോടും പറഞ്ഞത്, ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു 30 ബ്രാഞ്ച് തുടങ്ങിയാൽ ബാക്കി എങ്ങനെയും മുന്നോട്ട് പോകും എന്നൊരു വിശ്വാസമായിരുന്നു. ഈ 30-ാം തീയതി April 30 വരെ, അത് കഴിഞ്ഞ് 1 മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും നമുക്ക് ഉണ്ടായിട്ടില്ല. തട്ടിപ്പായിട്ടാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം 2-3 പ്രാവശ്യം ഞങ്ങളെ പഗോഡയെ വിളിച്ച് മീറ്റിംഗ് കൂടി സംസാരിച്ചു. ഞങ്ങളെ എല്ലാവരെയും ഇന്നോട്ട് ഞങ്ങളുടെ സ്റ്റാഫാണെന്ന് പറഞ്ഞു, ഊർജ അദാനിയുടെ സ്റ്റാഫാന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും അതിനകത്ത് വിശ്വസിപ്പിച്ച് ഞങ്ങൾ ഇത് കസ്റ്റമേഴ്സിനോട് പറഞ്ഞു. 24,000 കസ്റ്റമേഴ്സ് ഉള്ളൊരു കമ്പനിയാണ്. അത്രയും പേരുടെ പണമാണ് ഇത്. ഞങ്ങൾ മാനേജേഴ്സ് ഇപ്പം 2.5 വർഷമായിട്ട് ശമ്പളം പോലും ഇല്ലാതെ ബ്രാഞ്ച് തുറന്നിരിക്കുന്നുണ്ട് പലയിടത്തും. എന്നിട്ടും കസ്റ്റമേഴ്സിന്റെ വഴക്കും ചീത്തയും അതുപോലെ തന്നെ കേസും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കേസൊക്കെ ഉണ്ട് എല്ലാ മാനേജർമാരും. പക്ഷെ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കസ്റ്റമേഴ്സിന്റെ പൈസ എങ്ങനെയും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രം. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ചേരുമ്പോഴും മറ്റ് രേഖകൾ എന്തെങ്കിലും നിങ്ങളെ കാണിച്ചിരുന്നോ? ഇതിങ്ങനെ ഏറ്റെടുത്തതോ അങ്ങനെ എന്തെങ്കിലും? നിലവിൽ ഇതുവരെ ഒരു രേഖയും കാണിച്ചിട്ടില്ല. പലപ്പോഴായിട്ട് ഞങ്ങളിങ്ങനെ വാക്ക് പറഞ്ഞ് പറ്റിക്കുന്നതിൻ്റെ പേരിൽ ഇനിയും നമ്മൾ രംഗത്ത് വരാതിരിക്കുകയാണെന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പൈസ കൊടുക്കണമല്ലോ. അതാണ് നമ്മൾ മുഖ്യമായിട്ട്. നിങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ടുകൂടി വന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മുടെ ഇടപെടലുണ്ട്. പേഴ്സണൽ മുന്നോട്ട് ഉണ്ട്. സ്വന്തം പൈസ സ്വന്തം പൈസ ഉണ്ട്. സ്വന്തം പൈസകളാണ് പകുതിയിൽ കൂടുതലും. കാരണം ഇപ്പോൾ 50% എബോവ് എല്ലാ മാനേജർമാരുടെയും
കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. ഈ ഫലത്തിൽ ഈ കമ്പനി നിങ്ങളെ പറ്റിച്ചു എന്നുള്ള ഫീല് തന്നെയാണ്. അതെ അതെ അതെ. അതായത് പിന്നെ ഇത് നേരെ ചൊവ്വേ കൊണ്ടുവരാനായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എസ്റ്റേറ്റ് 400 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അത് വിറ്റാണെങ്കിലും ഇത് തരാമായിരുന്നു. അതുകൂടാതെ NCSൻ്റെ പണം ഉപയോഗിച്ച് തിരുവല്ല, മൂവാറ്റുപുഴ, പാല എന്നീ സ്ഥലങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പേരി കൂട്ടാതിരുന്നത്. ഈ പേരി കൂട്ടാതിരുന്ന സ്ഥലങ്ങളൊക്കെ അവരവരുടെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇയാൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഈ വസ്തുക്കൾ മുഴുവൻ യഥാർത്ഥ ഓണറെ കൊണ്ട് അയാൾ പറയുന്ന ആളിന് തീരാധാരം എഴുതി കൊടുത്ത് ബാക്കി രൂപ അവരങ്ങെടുത്തു. NCSൻ്റെ രൂപ കൊടുത്തതിന് രേഖകളുണ്ട്. NCS ട്രാൻസ്ഫർ ചെയ്തതിനാണ് കസ്റ്റമേഴ്സിന്. അപ്പോൾ അതൊക്കെ കോടതിയിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട് കുറേ കസ്റ്റമേഴ്സ്. ഇതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. ഇത്രയും തട്ടിപ്പ്, അതായത് ഇദ്ദേഹം വേണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും യഥാർത്ഥത്തിൽ തിരുവല്ലയിൽ വന്ന് ഈ മാനേജർമാരെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെയോ നേരിട്ടൊന്ന് കണ്ട് ഇവർക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും, നിങ്ങളെന്നൊന്ന് ക്ഷമിക്കുക, ഞാനിത് ചെയ്തു തരാം എന്നൊന്ന് നേരിട്ട് കണ്ട് പറയാനോ ഇല്ല. ഇയാൾ ഒളിച്ചു കളിക്കുകയാണ്. ഇയാളെ നേരിട്ട് കാണാൻ സമ്മതിക്കുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഭീകരമായ അവസ്ഥയിലാണ് അങ്ങേര് കാണിക്കുന്നത്. ഇന്ന് തിരുവല്ലയിലാണ് താമസിക്കുന്നെങ്കിൽ നാളെ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. അവിടെ ചെല്ലുമ്പം അങ്ങേര് ആലപ്പുഴ പഗോഡായി പോകും. ഇനി സർക്കാർ തലത്തിലൊക്കെ ഒരു എന്തിടപെടൽ വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആവശ്യം. ചേട്ടാ, ഇതേക്കുറിച്ചൊരു അന്വേഷണം നടത്തണം. ഈ പണം എവിടെ പോയി? കാരണം ഞങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസ എടുത്ത് ഇവർ വേറെ മേഖലകളിൽ ചിലവഴിച്ചതാണ്. വസ്ത്രത്തിന് വേണ്ടി ചിലവഴിച്ചു, എസ്റ്റേറ്റ് വാങ്ങാനായിട്ട് ചിലവഴിച്ചു, ഓട്ടോമോട്ടീവ് നടത്താൻ വേണ്ടി ചിലവഴിച്ചു. അതിൽ പരാജയപ്പെട്ടതിൻ്റെ കസ്റ്റമേഴ്സ് ഉത്തരവാദിയല്ല. കസ്റ്റമേഴ്സിൻ്റെ പണം കൊടുക്കണം. ഞങ്ങൾ സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തി, ഒരു വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ആളുകളുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിച്ച് കസ്റ്റമേഴ്സിന് പണം കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത്ര കാലമായിട്ട് പണവും തിരിച്ചു കൊടുക്കുന്നില്ല. കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു സ്ഥാപനമാണ് OEM പബ്ലിക് സ്കൂൾ ഇരുവിപേരൂരുള്ള. അതിപ്പോഴും ലൈവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല സ്ഥാപനത്തിന്. എന്തായാലും സാധാരണക്കാരായ നിരവധി നിക്ഷേപകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായി മാറുന്നു. അതേപോലെ ഈ ജീവനക്കാരെ സംബന്ധിച്ചും അതൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ അപ്പോഴാണ് പുതിയ ചില അവതാരങ്ങൾ പോലെ ചിലത് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൽ വസ്തുതയുണ്ടോ എന്ന് പോലും ഇവർക്ക് അറിയുന്ന സാഹചര്യമുള്ളത്. സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. G. ശ്രീജിത്ത് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഈ ജീവനക്കാരുടെ ആക്ഷേപത്തിന് മുമ്പ് തന്നെ അടിമുടി ദുരൂഹത തുടക്കം തന്നെ ഫീൽ ചെയ്ത ഒരു സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസും NM രാജുവും. രാഷ്ട്രീയ പാർട്ടികൾക്ക്, ആന്റണി അടക്കമുള്ളവർക്ക് തെരഞ്ഞെടുപ്പിന് ഫണ്ട് ചെയ്യുന്നു, ശബരിമല തന്ത്രിക്ക് നിക്ഷേപമുണ്ട് എന്ന തരത്തിൽ ആരോപണം നേരിട്ട ഒരു സ്ഥാപനമാണ്. ഒടുവിൽ ED അന്വേഷണം നടത്തുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ദുരൂഹതകളുണ്ട്. ഇപ്പോൾ ജീവനക്കാർക്കും ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള സെറ്റിൽമെൻറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു കമ്പനി ഏറ്റെടുത്തു എന്ന വാദം വെറുതെ നിരത്തി എന്നാണോ ജീവനക്കാർ ഉന്നയിക്കുന്ന ആക്ഷേപം? അതിനപ്പുറം ഇതിലൊരു കോൺക്രീറ്റ് സംഭവം നടന്നിട്ടുണ്ടോ? കാരണം ED ഇവരുടെ പല സ്വത്തുകളും പിടിച്ചെടുത്തു എന്നതാണല്ലോ നേരത്തെ കിട്ടിയിരുന്ന ചില വിവരങ്ങൾ. എന്താണ് വസ്തുത? സജിത്ത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഈ ജീവനക്കാരുടെ വാക്കുകളാണ് ഈ ഘട്ടത്തിലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിൽ 2-3 തവണ യോഗം വിളിക്കുന്നു, കമ്പനി ഏറ്റെടുക്കുന്നു, അതിൻ്റെ ചിത്രങ്ങളടക്കം ഉള്ള കാര്യങ്ങളുണ്ട്. ഊർജ അദാനി, രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ലീഗൽ അഡ്വൈസറായി പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2 വർഷത്തിന് ശേഷവും ഫലത്തിൽ ഇത് പ്രായോഗികമാകുന്നില്ല. ഇതിൽ അതായത് ഈ ഏറ്റെടുപ്പ് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. 2, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ച് ഏതാണ്ട് 24,000-ഓളം സാധാരണ മനുഷ്യർ അവരുടെ നിക്ഷേപങ്ങൾ പരിപൂർണമായും സമർപ്പിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അത്രത്തോളം വിശ്വസനീയമായി 24,000 ആളുകൾ കണ്ടിരുന്ന ഒരു കമ്പനി തന്നെയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ്. ഏതാണ്ട് 700 കോടിയോളം രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു. അതായത് ഈ സാധാരണക്കാരായ അവർ പെൻഷൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിൽ അവർക്ക് ലഭിക്കുന്ന പണമൊക്കെ നിക്ഷേപിക്കുന്ന സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെയായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എന്തായാലും കാണേണ്ടത്. എടുത്തു കാണേണ്ടത് ഈ NCS വസ്ത്ര പോലുള്ള സ്ഥാപനങ്ങൾ അവിടേക്ക് ഫണ്ട് മാറ്റിയത് കൊണ്ടാണ് ഈ ചിട്ടി കമ്പനി പൊട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ NCS വസ്ത്ര ഇന്നൊരു മറ്റൊരു സ്ഥാപനം ഏറ്റെടുക്കുകയും അത് കാര്യമായി മുന്നോട്ട് പോകുന്നു. ഇവർ പറയുന്ന സ്കൂള് സ്വാഭാവികമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം മാത്രം ഫലത്തിലെത്തുന്നില്ല എന്നുള്ളത് ഈ കേവലം ജീവനക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, അവിടെ നിക്ഷേപിച്ചവരെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സാമൂഹിക പ്രശ്നമായി എടുത്ത് നമുക്ക് കാണാൻ
സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ നിക്ഷേപകർക്ക് എങ്ങനെ ആശ്വാസം പകരാം എന്നുള്ളത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത് എന്നുള്ളതാണ്. കുറച്ചു കാലം ഇവർ ജയിലിൽ കിടന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും, അവർ ജയിലിൽ കിടന്നു, അത് അവർക്കുള്ള ശിക്ഷയായിരിക്കാം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുന്നവരായി. കാരണം അവരെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നിക്ഷേപിച്ചിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ കുട്ടികളുടെ വിവാഹത്തിനോ പഠനത്തിനോ ഒക്കെ വേണ്ടി പ്ലാൻ ചെയ്ത് നിക്ഷേപിച്ചവരായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചാണ് ഇതൊരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഈ ജീവനക്കാരും അവരുടെ ബന്ധുക്കളായിട്ടുള്ള പലരെയും അവരും സ്വാഭാവികമായി അങ്ങനെയാണല്ലോ ഈ സ്വകാര്യ കമ്പനികളിലൊക്കെ ഉണ്ടാകുക. അവരുടെ ബന്ധുക്കളൊക്കെ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ജീവനക്കാർ ഫലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവും ഫലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വശത്തെ എൻ എം രാജു സ്വൈരമായി നടക്കുന്ന സാഹചര്യം ഫലത്തിൽ ഉണ്ടാകുന്നു. പക്ഷേ ഈ ജീവനക്കാർ, അവിടെയുള്ള നിക്ഷേപകർ, ഇവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണുന്ന. അടിയന്തരമായി സർക്കാർ ഇടപെടേണ്ട ഒരു വിഷയമായി ഇത് ഉയർന്നു വരികയാണ്. സജിത്ത്, ശ്രീജിത്ത്, ഇതിലൊരു പ്രത്യേകതയുള്ളത്, ജീവനക്കാർ തന്നെ സംഘടിച്ച് രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പണം തന്നെ നിക്ഷേപിക്കുന്നു. അതായത് ഉയർന്ന പലിശയാണല്ലോ ഓഫർ. 2, ഇവരുടെ ജോലി നിലനിർത്തണമെങ്കിൽ അവരായിട്ടൊരു നിക്ഷേപം കൊണ്ടുവരേണ്ടിയും വരും. ഈ 2 ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇവരൊക്കെ ബന്ധുക്കളെ കൊണ്ടും സ്വയമായും പണം നിക്ഷേപിച്ചത്. ഇപ്പോൾ ഇടപാടുകാരോട് മറുപടി പറയണം, എന്നാൽ രാജിവെച്ച് പുറത്തേക്ക് പോകാമെന്ന് വെച്ചാൽ അതിനും കഴിയില്ല. കാരണം സ്വന്തം പണം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു വല്ലാത്ത രീതി കുടുങ്ങിപ്പോയ അവസ്ഥയാണോ യഥാർത്ഥത്തിൽ ഇവർ പങ്കുവയ്ക്കുന്നത്? സജിത്ത്, തീർച്ചയായും അവർ ചൂണ്ടിക്കാണിക്കുന്ന അവരൊരു ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പല ചിട്ടി കമ്പനികൾ പൊട്ടുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതിൻ്റെ ഒരു വലിയ രീതിയിൽ നോക്കൂ സജിത്ത്. ഒരു 700 കോടി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 24,000 നിക്ഷേപകരുള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. അത് ഏതാണ്ട് ഈ മധ്യ കേരളത്തിലെ തിരുവല്ല കേന്ദ്രീകരിച്ച് ഏതാണ്ട് എല്ലാ പ്രദേശത്തും വ്യാപിച്ചു നിൽക്കുന്ന, കേരളത്തിന് പുറത്തും വ്യാപിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമായി വളർന്നു വന്ന സ്ഥാപനമാണ്. സ്വാഭാവികമായി മുന്നോട്ട് പോകേണ്ടതാണ്. ശരിയാണ്, ഉയർന്ന പലിശ തന്നെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം, ബാങ്കുകളെല്ലാം വാഗ്ദാനം ചെയ്യുന്ന, ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യാറുള്ളത്. അവിടെ സജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെയാണ് നിക്ഷേപങ്ങൾ സംഭവിക്കുന്നതും. അതായത് സ്വന്തക്കാരെയൊക്കെയും സ്വാഭാവികമായിട്ട് നിക്ഷേപം കൊണ്ടുവരും. കാരണം ഈ പരമാവധി അത് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമല്ല, വൻകിട ബാങ്കുകളാണെങ്കിലും ഒക്കെയും നിക്ഷേപം പരമാവധി ആകർഷിക്കുക എന്ന തന്ത്രങ്ങൾ തന്നെയാണ് അവർ പയറ്റുക. പക്ഷെ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി, വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ, കേസുകൾ ഉണ്ടാകുന്ന സാഹചര്യം, ഇതിനൊക്കെ കാരണം ഈ മുതലാളിമാരായിട്ടുള്ളവരുടെ ധനകാര്യ ഇടപാടുകളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ്. പക്ഷേ അവരിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അവരുടെ ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നു. സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നു. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത NCS വസ്ത്ര പോലുള്ള സ്ഥാപനങ്ങൾ മറ്റൊരു സ്വകാര്യ കമ്പനി ഏറ്റെടുത്ത, അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം സേഫായി നടക്കുന്നു. ഫലത്തിൽ പെട്ടിരിക്കുന്നത് ഇവിടെ ജീവനക്കാർ. അവരാണല്ലോ നിക്ഷേപകരെ എന്നും കാണേണ്ടത്. അവർ വഴിയാണ് നിക്ഷേപം വന്നിട്ടുള്ളത്, മുതലാളിമാർ വഴിയല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം പൈസ കൂടി നിക്ഷേപിച്ചവരാണ് പലരും. കാരണം ഇത്ര ശതമാനം പലിശ കിട്ടും, ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് അറിയാൻ കഴിയുന്നവരാണ് ഇവരൊക്കെ. പക്ഷേ അവരുടെയും പൈസ പെട്ടുപോയി എന്നുള്ളത്, ഇവരുടെ കേസുകൾ സംഭവിക്കുന്നു, ജനങ്ങളുടെ പ്രഷർ ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, ഇവരുടെ ജീവിതമാകെ ഫലത്തിൽ പ്രതിസന്ധിയിലാകുന്നു, ആത്മഹത്യയുടെ വക്കിൽ എന്ന് തന്നെയാണ് പല ജീവനക്കാരും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. അവിടെയാണ് ഫലത്തിൽ ഇത് നന്നായി പോകുന്നുണ്ടെങ്കിൽ നന്നായി പോകട്ടെ എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. കാരണം അത്രയധികം ജീവനക്കാരും നിക്ഷേപകരുടെ ഒക്കെ ജീവിതം സ്വാഭാവിക നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഊർജ്ജ അദാനി കമ്പനിയെക്കുറിച്ച് പിന്നീട് ഒന്നും കേൾക്കാനില്ല എന്നുള്ളതാണ് ഇവരുടെ ആശങ്ക. അത് ഫലത്തിലൊരു തട്ടിപ്പാണോ, ആ ഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു മൂവ് മാത്രമാണോ എന്നത് പോലും ഇവർ സംശയിക്കുന്ന സാഹചര്യമാണ് ഫലത്തിലുണ്ടാകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെ സംശയിക്കേണ്ട അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി ശ്രീജിത്ത്, തുടരുക. ഈ ടിൻസ് വർഗീസ് ചേരുന്നുണ്ട്, ജീവനക്കാരുടെ സംഘടന, ആ കൂട്ടായ്മയുടെ ഒരു പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടിൻസ് വർഗീസ്, ഊർജ്ജ അദാനി കമ്പനി ഒരു പ്രധാനപ്പെട്ട കമ്പനി, പേരുകേട്ട കമ്പനി, വലിയ സാമ്പത്തിക ശേഷിയുള്ള കമ്പനി, ഈ സ്ഥാപനം ഏറ്റെടുത്തു എന്ന് എങ്ങനെയാണ് നിങ്ങളെ വിശ്വാസത്തിലെടുപ്പിച്ചത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ സാറ് സംസാരിച്ചതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. ഇതിനകത്ത് സാർ ഒരു കാര്യം പറഞ്ഞു, ഇത് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്നൊരു കാര്യം സാർ പറഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ജീവനക്കാരുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം അത് തന്നെയാണ്, ഈ പ്രസ്ഥാനം ഒരിക്കലും വീണു പോകരുത്. വേറൊന്നും കൊണ്ടല്ല, 20,000-ൽ പരം കസ്റ്റമേഴ്സിന്റെയും 700-ൽ പരം സ്റ്റാഫുകളുടെയും ഒരു ജീവിത പ്രശ്നം തന്നെയായിരുന്നു.
അതുകൊണ്ട് ഒരു കാരണവശാലും സൊസൈറ്റി, ഈ എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റി ഈ പ്രസ്ഥാനത്തിനെതിരോ നമ്മുടെ ടേക്ക് ഓവറിനെതിരോ അല്ല. ഇനി സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഊർജാദാനി കമ്പനി എന്നുള്ളത് ഇതിന്റെ ടേക്ക് ഓവറിന് വരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെയർമാൻ NM രാജു അന്വേഷണ വിധേയമായി, കുറച്ച് കസ്റ്റമേഴ്സ് കൊടുത്ത കേസിന്റെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇത് ഒരു പെരുവഴിയിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരികയും ചെയ്തു. അന്നേരം ഈ ഊർജാദാനി കമ്പനി ഇത് ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയും ഞങ്ങളെ ആലപ്പുഴ പഗോഡ റിസോർട്ടിലേക്ക് മീറ്റിംഗിന് വിളിച്ചു. എല്ലാ മാനേജേഴ്സിനും 152 മാനേജേഴ്സ് അതിനകത്ത് പങ്കെടുത്തു. ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഊർജാദാനി കമ്പനിയുടെ MD മിസ്റ്റർ മിനീഷ് അദാനി, ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഗിരീഷ് എസ് പിള്ളെ, പിന്നെ നമ്മുടെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും വളരെ കാര്യമായിട്ട് ഇടപെടുകയും സ്വന്തം തന്റേതായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, ഇത്രയും ആൾക്കാരൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് അതിനകത്ത് പങ്കെടുത്തത്. അപ്പൊ ഈ മീറ്റിംഗിൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ തരികയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഈ ഗിരീഷ് എസ് പിള്ളൈ പറഞ്ഞു, ഇനി നിങ്ങൾ ഊർജാദാനിയുടെ സ്റ്റാഫാണ്, NCS എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ ഏറെക്കുറെ ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഊർജാദാനിയുടെ സ്റ്റാഫാണ്, ഞങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും കൈയടിച്ച് അവരെ വരവേൽക്കുകയും ചെയ്തു. അതുമാത്രമല്ല, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിയും കുറച്ചുനേരം ഇതിനെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കാര്യമായിട്ട് അറിയാവുന്ന ഒരു കമ്പനിയാണ്, നിങ്ങൾ വളരെ സുരക്ഷിതമായ ഒരു കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സും വളരെ സേഫായി എന്ന് ധൈര്യമായിട്ടിരുന്നോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതേ തുടർന്ന് മാസങ്ങളോളം അല്ല വർഷങ്ങളോളം നമ്മൾ കാത്തിരിപ്പുകൾ തുടരുകയാണ്. ഇപ്പോൾ 3 വർഷത്തോളമായി നമ്മൾ ഈ കാത്തിരിപ്പ് തുടരുന്നു. പല മീറ്റിങ്ങുകൾ നടന്നു. ഇപ്പൊ രണ്ടാമത് പഗോഡയിൽ വെച്ച് അടുത്ത മീറ്റിംഗ് നടന്നു. അന്ന് ഊർജാദാനി കമ്പനിയുടെ കൂടെ വേറൊരു കമ്പനി കൂടെ വന്നു, ആൽഫ നിയോൺ എന്ന് പറയുന്ന ഒരു IT കമ്പനി. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നയാള് ഡോക്ടർ അമിത് ഉപാധ്യായ, ഈ പുള്ളിയെ ഞങ്ങളെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം വന്നത് വേറൊന്നുമല്ല, നമ്മുടെ പോയ ലൈസൻസ് തിരിച്ചെടുത്ത് അതിന്റെ ബാനറിൽ നമ്മളെ പുറത്തെടുക്കുന്നു. അതായത് ഊർജാദാനി പ്ലസ് ആൽഫ നിയോൺ ഇവരുടെ ഒരു കോംബോയിലാണ് നമ്മൾ NCS വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞു. നമ്മൾ വീണ്ടും പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. ഓരോ ദിവസം കസ്റ്റമേഴ്സ് ചോദിക്കുകയാണ്, എന്തായി നമ്മുടെ ഫണ്ട് എന്തായി. ഈ 20,000-ൽ പരം കസ്റ്റമേഴ്സിൽ ഈ 152 ബ്രാഞ്ചിലെ ഒരു കസ്റ്റമറെങ്കിലും കാണും, ഒരു ക്യാൻസർ പേഷ്യന്റോ അല്ലെങ്കിൽ ഒരു കല്യാണം മുടങ്ങി നിൽക്കുന്നയാളോ അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള സ്റ്റഡീസ് മുടങ്ങിപ്പോയ ഒരാളെങ്കിലും ഒരു ബ്രാഞ്ചിലെങ്കിലും ഉണ്ട്. എല്ലാ ബ്രാഞ്ചിലും ഞാൻ ഏറ്റവും കുറച്ച് പറഞ്ഞാണ്, ഒന്നിൽ പരം ആൾക്കാർ ഓരോ ബ്രാഞ്ചിലും, എന്റെ ബ്രാഞ്ചിലും ഉണ്ട് ക്യാൻസർ പേഷ്യന്റ്, സർജറി ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, സ്റ്റഡീസ് മുടങ്ങിപ്പോയി, ഒരുപക്ഷെ ചിലപ്പം BSc നഴ്സിംഗ് എടുക്കേണ്ട ആള് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോകേണ്ടി വന്നു, അങ്ങനെ ഫാർമസിസ്റ്റ് ആകേണ്ടി വന്നു. അങ്ങനെയൊക്കെ എന്തോ 2 വർഷമായിട്ട് ഈ ഊർജാദാനി ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ അതിന് സ്വാഭാവികമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടാവും. ആ നടപടിക്രമങ്ങളൊന്നും പിന്നീട് നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? സാറേ, നടപടിക്രമങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് എന്താണെന്ന് മാനേജേഴ്സ് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ സാമീപ്യത്തിൽ NM രാജു സാറും ഗിരീഷ് സാറുമായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾ കുറെ ശ്രമിച്ചു. വേറൊന്നുമല്ലാതെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിലുള്ള MOU കണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച അല്ലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് സ്റ്റാഫുകളിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ അറിയിക്കണം. കസ്റ്റമേഴ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും ബാധിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് അവരെ നമുക്ക് അറിയിക്കുക എന്നുള്ളത് മാനേജേഴ്സ് എന്ന നിലയിൽ, സ്റ്റാഫുകൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പുകൾ നടത്തുന്നുണ്ട്. അന്നേരം ഈ കളക്ടറുമായിട്ടുള്ള മീറ്റിങ്ങുകൾ പോലും ഒരു കാരണവശാൽ അട്ടിമറിക്കപ്പെട്ടതാണോ അതോ എന്തോ നമ്മൾ നിർഭാഗ്യവശാൽ അത് നടക്കാതെ പോയി. അതുപോലെ ചീഫ് സെക്രട്ടറി തലത്തിലും അങ്ങനെ നമ്മൾ പല രീതിയിലും ഇവരുമായിട്ടൊരു സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടേക്ക് ഓവറിന്റെ പ്രോസസ്, ഈ പ്രോഗ്രസ് എന്താണെന്ന് അറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ്. അതായത് അന്ന് ആലപ്പുഴ നടന്ന സംഭവത്തിന് ശേഷം ഒരു ഒഫീഷ്യൽ കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഒഫീഷ്യൽ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവര് മാനേജ്മെന്റ് ഒരു സ്പെഷ്യൽ ടീം ഇതിന്റെ ഈ ടേക്ക് ഓവർ പ്രോസസ്സിനെ കുറച്ചുകൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ റീജിയണൽ മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു ടീമിനെ അവർ സെലക്ട് ചെയ്തെടുത്തിട്ട് അവർ വഴിയാണ് നമുക്ക് കോൺടാക്ട്സ് മുഴുവൻ കിട്ടുന്നത്. അന്നേരം നമ്മൾ ചോദിക്കും, പറയുന്നു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്, ഉടനെ തന്നെ നടക്കും, അടുത്ത ആഴ്ച നടക്കും. നമ്മളത് പറയും അടുത്ത ആഴ്ച. കസ്റ്റമർ ഒരാൾ വിളിക്കും, പറയും സാറേ ധൈര്യമായിട്ടിരുന്നു, അടുത്ത ആഴ്ച തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാവും, നമ്മളൊരു 15 ബ്രാഞ്ച് തുറക്കും. ഒരു കാര്യം, ED അന്വേഷണം നടക്കുന്ന സ്ഥാപനമല്ലേ, അവിടെ ഈ ടേക്ക് ഓവർക്ക് അത്ര പെട്ടെന്ന് സാധ്യമാകുമോ? അക്കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മളും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ED അന്വേഷണം നടക്കുന്നു, ഇപ്പൊ അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് ED കണ്ടുകെട്ടി എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ള ചോദ്യങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ.
പക്ഷേ ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടികൾ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സാർ ഈ ഒരു സൊസൈറ്റിയുടെ രൂപീകരണത്തിലേക്ക് പോയത്. നമുക്ക് വ്യക്തമായിട്ടുള്ള മറുപടികൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. നമുക്ക് കസ്റ്റമേഴ്സിനോട് ഇപ്പൊ സാറ് ചോദിക്കുന്ന പോലെ തന്നെ കസ്റ്റമേഴ്സ് പലരും നമ്മളെക്കാളും വിവരമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ നമ്മളോട് ചോദിക്കും, ടിൻസ ഇതെങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ഇന്ന സ്റ്റെപ്പിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ എങ്ങനെ ടിൻസ് പറയുന്ന പോലെ 15 ബ്രാഞ്ചുകൾ മാനേജ്മെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതെങ്ങനെ നടക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടികളില്ല. അതുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റി രൂപീകരിച്ചതും സ്റ്റാഫുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇപ്പൊ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം സൊസൈറ്റി വഴി ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ആധികാരികതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റി രൂപീകരിച്ചത്, മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ശരി, വളരെ നന്ദി ടിൻസ് പ്രതികരിച്ച്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഇപ്പം ജീവനക്കാരുടെ അവസ്ഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാഭാവികമാണ്, ഏതൊരു സാമ്പത്തിക സ്ഥാപനത്തിലും തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ആശങ്കയാണ്. നിക്ഷേപകരുടെ പണം പൂർണ്ണമായി തിരികെ കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്. ഈ സംഭവത്തിൽ ED അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ ജീവനക്കാരുടെയും ഈ മറ്റും ആശങ്കകളിൽ അല്ലാതുള്ള പോലീസിൻ്റെ ഇടപെടൽ മറ്റും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ കൂട്ടായ്മ, ഈ നീക്കങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ആ രീതിയിൽ ഫലം കാണുന്ന സൂചനകളുണ്ടോ? സജിത്ത്, ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മാനേജ്മെന്റുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചകൾക്ക് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് പോലും അവർ ഫലത്തിൽ വഴങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും എത്തിയതായുള്ള സൂചനകൾ ഇതുവരെയും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ സ്ഥാപനങ്ങൾ കണ്ടുകെട്ടിയെന്ന് പറയുമ്പോൾ ഈ കോട്ടയത്തെ NCS വസ്ത്രം മറ്റൊരു സ്വകാര്യ സ്ഥാപനം ഏറ്റെടുക്കുന്നുണ്ട്. തിരുവല്ലയിലെ സ്കൂൾ അതേപോലെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഫലത്തിൽ ഇതിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ജീവനക്കാരെക്കാൾ കൂടുതൽ ഇത്രയധികം വരുന്ന കസ്റ്റമേഴ്സ്, അവരുടെ ജീവിതത്തിലേക്കാണ് ഈ പ്രതിസന്ധി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇവരൊക്കെ ശ്രമിച്ചതുപോലെ ഇപ്പോൾ ജില്ലാ കളക്ടർ വഴി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വഴി ശ്രമിക്കുന്നു, അതൊന്നും ഫലത്തിൽ നടന്നില്ല. പുതിയ സർക്കാരാണ്. ആ ഘട്ടത്തിലെങ്കിലും ഒരുപക്ഷെ ഇവർ സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ കാണാനിരിക്കുകയാണ്. ആ നിലയ്ക്കെങ്കിലും ഒരു കൂടിയാലോചനകൾ നടത്തി സർക്കാർ തലത്തിലൊരു ഉറപ്പ്, അത് കേവലം ജീവനക്കാർക്കുള്ള ഒരു ഉറപ്പല്ല, ഇത്രയധികം ഏതാണ്ട് 20,000-ഓളം മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ആ നിലയിൽ സർക്കാർ പരിഗണിക്കേണ്ട ഒരു വിഷയമായി ഉയർന്നു വന്നു എന്നതാണ്. ആ നിലയിൽ ഇടപെടും എന്ന പ്രതീക്ഷ പങ്കുവെക്കാൻ മാത്രമാണ് ഈ ഘട്ടത്തിൽ കഴിയുക. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും നെടുമ്പറമ്പിൽ ഫിനാൻസ്, അതിലെ ജീവനക്കാർക്ക് ഒപ്പം തന്നെ നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കപ്പെടട്ടെ, ഇടപെടലുണ്ടാവട്ടെ. ED അന്വേഷണം അടക്കം നടക്കുന്ന സ്ഥാപനമാണ്. നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടട്ടെ, ഇടപെടൽ ഉണ്ടാവട്ടെ. ആ തരത്തിലുണ്ടാവുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.